In the last class, we discussed about the concession and working of moving an instrument, moving an attraction type instrument. As I told you in that class, the moving an instruments, either it is attraction type or it is repulsion type. They can be used for the measurement of voltage and current, or the meters are generally voltmeters and ammeters, and they are capable of measuring AC as well as DC systems of voltages and currents. Today we are going to see the second type of MI instrument, moving and repulsion type instrument. അപ്പോൾ മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് പീസ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ സോഫ്റ്റ് ആൻഡ് പീസിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ആ അട്രാക്ഷൻ പ്രിൻസിപ്പിളാണ്. ജനറലി MI ഇൻസ്ട്രുമെൻറ്റുകളുടെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷനാണ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് അട്രാക്ഷൻ പ്രോപ്പർട്ടിയും റിപ്പൽഷൻ പ്രോപ്പർട്ടിയും. അങ്ങനെ അട്രാക്ഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും റിപ്പൽഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മൂവിങ് ആൻഡ് റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. രണ്ടും വോൾട്ട്മീറ്റേഴ്സും അമ്മീറ്റേഴ്സുമാണ് പ്രധാനമായിട്ട് AC-യും DC-യും മെഷർ ചെയ്യാനായി ഉപയോഗിക്കുക. പക്ഷേ AC മെഷർമെൻറ്റിനാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് MI അട്രാക്ഷൻ ടൈപ്പ്, റിപ്പൽഷൻ ടൈപ്പ്. DC മെഷർമെൻറ്റിന് കുറേ കൂടെ അക്യുറസി തരുന്ന MC ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. മൂവിങ് കോയിൽ പെർമനൻ്റ് മാഗ്നറ്റ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റുകളാണ് സാധാരണ DC മെഷർമെൻറ്റിനായിട്ട് അക്യുറസിയുടെ കാര്യത്തിൽ ഉള്ള ആ ഒരു ഗുണനിലവാരം വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മൂവിങ് ആൻഡ് റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാൽ റിപ്പൽഷൻ പ്രോപ്പർട്ടി, അതായത് മാഗ്നറ്റിക് ഫീൽഡിലെ റിപ്പൽഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ ഒരേ മാഗ്നറ്റിക് ഫീൽഡിൽ രണ്ട് സോഫ്റ്റ് അയൺ റോഡുകൾ അല്ലെങ്കിൽ രണ്ട് സോഫ്റ്റ് അയൺ പീസുകൾ ഒരുപോലെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ, അതായത് സെയിം മാഗ്നറ്റിക് ഫീൽഡിൽ രണ്ട് സോഫ്റ്റ് അയൺ പീസുകൾ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ, സൈമിൾട്ടേനിയസ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ ആ രണ്ട് സോഫ്റ്റ് അയൺ റോഡുകളും രണ്ട് മാഗ്നറ്റുകളാവുകയും അവയുടെ അഡ്ജസൻറ്റ് സൈഡുകളിൽ ഒരേ പൊളാരിറ്റി ലഭ്യമാവുകയും ചെയ്യുന്നത് കൊണ്ട് ആ രണ്ട് റോഡും മാഗ്നറ്റ് ആകുമ്പോൾ അത് സെയിം പൊളാരിറ്റി അടുത്തടുത്ത് കിട്ടുന്നത് കൊണ്ട് അത് റിപ്പൽ ചെയ്ത് മാറും. അങ്ങനെ ഒരു റിപ്പൽഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ആ രണ്ട് മാഗ്നറ്റുകൾക്കിടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ആ റിപ്പൽസീവ് ഫോഴ്സിന് നമ്മളൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈ മൂവിങ് സിസ്റ്റത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്തു കൊടുക്കുന്നത്. അട്രാക്ഷൻ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു സോഫ്റ്റ് ആൻഡ് പീസ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് so as to get a deflection in the moving system of the particular instrument. Here also we are making use of the repulsive force for producing a deflection in the moving system of the MI repulsion type instrument. Okay. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളുടെ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ മെഷർ ചെയ്യാനുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനാണെങ്കിൽ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോയിലിലൂടെ കടന്നു പോവുകയും ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അയൺ റോഡുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടാവും. ഈ രണ്ട് അയൺ റോഡുകൾക്ക് ഒരേ പൊളാരിറ്റി അടുത്തടുത്ത എൻഡുകളിൽ ലഭിക്കുന്നത് കൊണ്ട് അവ റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്യുമ്പോൾ ആ റിപ്പൽഷൻ ഫോഴ്സിനെ അതിൻ്റെ മൂവിങ് സിസ്റ്റത്തിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കായി മാറാനുള്ള ഒരു സംവിധാനം നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്
പോയിന്ററിന് അല്ലെങ്കിൽ നീഡിലിന് ഒരു കാലിബ്രേറ്റഡ് ഡയലിന് മേളിൽ മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതൊരു പർട്ടിക്കുലർ മൂവ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് പോയിന്റിലേക്ക് വന്ന് റെസ്റ്റ് ആവുകയും ചെയ്യുമ്പോൾ അതിന് നേരെയുള്ള റീഡിങ് എത്രയാണോ അത് വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആണെങ്കിൽ കറണ്ട് എന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ ഹിയർ ഓൾസോ ദി മെയിൻ എലിമെന്റ് ഓഫ് എ മൂവിങ് ആൻഡ് റിപ്പൾസീവ് ഇൻസ്ട്രുമെന്റ് ഈസ് എ സർക്കുലർ കോയിൽ. ഒരു കോയിലാണ് ഇവിടെയും പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് എന്ന് പറയുന്നത്. ആ കോയിലിനോടനുബന്ധിച്ച് മറ്റ് അയൺ റോഡുകളും പിന്നെ ഒരു സ്പിൻഡിലിൽ മൂവ് ചെയ്യാൻ പാകത്തിന് ഒരു അയൺ റോഡ്, 2 അയൺ റോഡുകൾ എന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന് സ്പിൻഡിലിൽ ഘടിപ്പിക്കുന്നു, അവയെ മൂവിങ് അയൺ റോഡ് അല്ലെങ്കിൽ മൂവിങ് അയൺ പീസ് എന്ന് പറയും. സ്പിൻഡിലിൽ വെച്ചിരിക്കുന്നുണ്ട്. സ്പിൻഡിൽ ഒരു പർട്ടിക്കുലർ ഒരു 270 ഡിഗ്രിയോ അല്ലെങ്കിൽ 300 ഡിഗ്രി ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വയ്ക്കാൻ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിനുള്ള സ്പിൻഡിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അത് മൂവിങ് ആണ്. പിന്നെ കോയിലിൻ്റെ തന്നെ വാളിൽ, ഇന്നർ വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിക്സഡ്. ഈ 2 അയണും നോർമലി അത് പാരലൽ ടു വൺ അനദർ ആയിരിക്കും, അടുത്തടുത്തായിരിക്കും ലൈ ചെയ്യുന്നത്, അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മീറ്റർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിലെ കറണ്ട് ഈ കോയിലിലൂടെ കടന്നു പോവുകയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി അതിൻ്റെ സെൻട്രൽ ലൈനിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അവിടെയാണ് സ്പിൻഡിലിൽ ഒരു അയൺ റോഡും തൊട്ടടുത്ത് തന്നെ കോയിലിൻ്റെ വാളിൽ ഒരു ഫിക്സഡ് അയൺ റോഡ് ഇരിക്കും. 2 മാഗ്നറ്റൈസ് ചെയ്യും. 2നും ഒരേ എൻഡുകളിൽ ഒരേ പൊളാരിറ്റി. ഇപ്പോൾ അപ്പർ എൻഡിൽ 2നും നോർത്ത് പൊളാരിറ്റി ആണെങ്കിൽ റോഡിൻ്റെ ലോവർ എൻഡിൽ സൗത്ത് പൊളാരിറ്റി വരുന്ന റിപ്പൽഷൻ ഉണ്ടാകും. ആ റിപ്പൽഷന് വിധേയമായിക്കൊണ്ട് ഫിക്സഡ് അയൺ അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഫിക്സഡ് അയണിൽ നിന്നും മൂവിങ് അയൺ റിപ്പിൽ ചെയ്ത് മാറുമ്പോൾ അത് സ്പിൻഡിലിനെയും കൊണ്ടായിരിക്കാം മാറുന്നത്. സ്പിൻഡിലിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും. ആ മൂവ്മെൻറ്റ് ഡിഫ്ലക്റ്റ് ഉണ്ടാകും. ഓക്കെ. As I said earlier that the essential components of a moving and repulsion instrument is a circular coil. A circular coil, inside which there is a spindle. In the spindle, an iron rod is mounted, that is M. M is mounted on the spindle, and another iron rod, F, is fixed on the inner wall of the circular coil. Okay. So F is fixed and M is capable of moving on either side because it is mounted on the spindle. Okay, the same spindle carries a pointer. This pointer moves over a calibrated dial. Here there is a dial. And 2 hair springs are attached, one above and one below. These 2 hair springs are serving the purpose of giving controlling torque. So here the instrument has spring controlled system, and also the damping system used here is air friction damping, and the arrangement of the air friction damping is not shown here. അപ്പോൾ ഇവിടെ damping, air friction damping, and controlling spring control system, controlling torque, damping torque, air friction damping system. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയിട്ടുള്ള സ്പ്രിങ്ങിൻ്റെ ആ ഒരു മൗണ്ടിങ് മേളിലും താഴെയും അത് കാണിച്ചിട്ടുണ്ട്. ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടുന്ന എയർ ചേംബർ ആൻഡ് പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് തൽക്കാലം ഈ ചിത്രത്തിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ആയതുകൊണ്ട് അത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഒരു സർക്കുലർ കോയിലാണ്. ആ കോയിൽ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അവിടുത്തെ കോയിൽ വൈൻഡിങ് ആണ് ഈ 2 സൈഡിലും കാണുന്നത്. അപ്പോൾ ഈ സർക്കുലർ കോയിലിൻ്റെ ഇന്നർ സൈഡിൽ കറക്റ്റ് സെൻട്രലൈസ് ചെയ്തിട്ട് ജുവൽ ബിയറിങ്ങിൽ ഒക്കെ മൗണ്ട് ചെയ്തിരിക്കുന്ന
ഒരു സ്പിൻഡിലുണ്ട്. സ്പിൻഡിൽ വളരെ ഫ്രീ ആയിട്ട് രണ്ട് ഡയറക്ഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു 270 അല്ലെങ്കിൽ 300 ഡിഗ്രി വരെ അതിനിങ്ങനെ ടിൽറ്റ് ചെയ്ത് വരാവുന്നതാണ്. സ്പിൻഡിൽ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യത്തക്കവണ്ണം സ്പിൻഡിൽ അപ്പ് ആൻഡ് ഡൗൺ രണ്ട് ജുവൽഡ് ബിയറിംഗ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്പിൻഡിലിനെ കൺട്രോൾ ചെയ്യാൻ, മൂവിംഗ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ സ്പ്രിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നു, സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം. ഇനി ആ സ്പിൻഡിലിൽ തന്നെ ഒരു സോഫ്റ്റ് അയൺ റോഡ്, കറക്റ്റ് ഒരേ സൈസിലുള്ള രണ്ട് സോഫ്റ്റ് അയൺ റോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു സോഫ്റ്റ് അയൺ റോഡ് സ്പിൻഡിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്പിൻഡിലിന് മൂവ് ചെയ്യാൻ ഉള്ള സൗകര്യമുള്ളത് കൊണ്ട് സ്പിൻഡിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എം എന്ന മൂവിങ് അയൺ റോഡും മൂവ് ചെയ്യും, അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു അയൺ റോഡ് അതേ സൈസിലുള്ളത് തന്നെ കോയിലിന്റെ ഇന്നർ വാളിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് ഫിക്സഡ് ആണ്, റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അയൺ റോഡുകൾ ശരിക്കും വളരെ ക്ലോസ് ആയിട്ടും അതുപോലെ പാരലായിട്ടും കൃത്യം ലൈ ചെയ്യും. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടും വളരെ ചെറിയ ക്ലിയറൻസിൽ അവ ഇരിക്കുന്നു. അവ ഒരേ സൈസാണ്. ഒന്ന് സ്പിൻഡിലായതുകൊണ്ട് അത് മൂവ് ചെയ്യും, മറ്റത് ഫിക്സഡ് ആയതുകൊണ്ട് അത് മൂവ് ചെയ്യും. ഇതാണ് അറേഞ്ച്മെന്റ്. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഒന്നുകിൽ ഒരു വോൾട്ട്മീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു അമ്മീറ്റർ ആയിരിക്കും. അപ്പോൾ AC യും DC യും മെഷർ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇതിനുണ്ട്. പക്ഷേ AC മെഷർമെന്റിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വോൾട്ട്മീറ്ററും ആകാം, അമ്മീറ്ററും ആകാം. അപ്പോൾ വോൾട്ട്മീറ്റർ ആയിരിക്കണമെങ്കിൽ ഞാൻ മൂവിങ് ചെയ്യാൻ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് അത് അമ്മീറ്റർ ആണെങ്കിൽ ലോ റെസിസ്റ്റൻസ് മീറ്റർ ആണ്. ആ മീറ്റർ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസ് എന്ന് ഒരു മീറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവക്ഷിക്കുന്നുവെങ്കിൽ അത് ആ മീറ്ററിന്റെ കോയിലിന്റെ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അമ്മീറ്ററുകൾ they are being low resistance meters and are to be connected in series with the circuit so as to measure the current flowing through the circuit. The coil carries very less number of turns of thick wire in order to reduce or minimize the resistance of the instrument. അപ്പോൾ ഈ കോയിലിൽ വളരെ എണ്ണം ചുറ്റുകൾ കുറവായിരിക്കും. അത് തിക്ക് വയർ ഉപയോഗിച്ചുള്ള ചുറ്റുകളുമായിരിക്കും. അത് അമ്മീറ്റർ ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അളവിൽ ആംബിയറിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. റേഞ്ച് അനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയലി കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഇതൊരു വോൾട്ട്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോൾട്ട്മീറ്ററുകൾ ഒരു 3000-4000 ഓം റേസിസ്റ്റൻസ് ഉള്ള മീറ്ററുകളാണ്. അത് ഹൈ റേസിസ്റ്റൻസ് മീറ്ററുകളാണ്. മാത്രവുമല്ല വോൾട്ട്മീറ്ററുകൾ സർക്യൂട്ടിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വോൾട്ട്മീറ്റർ എത്ര വോൾട്ടേജ് പരമാവധി അത് മെഷർ ചെയ്യാൻ പറ്റും. അതിൻ്റെ റേഞ്ച് 0 to 300 വോൾട്ട് ആണെങ്കിൽ ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ എ മാക്സിമം 300 വോൾട്ടേജ്. അപ്പോൾ that much voltage, that 300 voltage should be dropped across the coil winding. ആ കോയിൽ വൈൻഡിങ്ങിൽ അത്രയും വോൾട്ടേജ് മെഷർ ചെയ്യാൻ പാകത്തിനുള്ള വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടുന്ന റെസിസ്റ്റൻസ് മീറ്ററിനുണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആ മീറ്ററിൻ്റെ കോയിലിൽ ധാരാളം എണ്ണം ചുറ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ കോയിൽ ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് വളരെ തിന്നായിട്ടുള്ള കണ്ടക്ടറാണ്. സോ വെൻ വി യൂസ് തിൻ കണ്ടക്ടർ or fine conductor and a large number of turns in the coil, then the coil can possess sufficient value of resistance so as to drop out the entire voltage by which the instrument can measure. അപ്പോൾ അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാനുള്ള പാകത്തിനുള്ള റേസിസ്റ്റൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ വോൾട്ട്മീറ്റർ ആണെങ്കിൽ കൂടിയ എണ്ണം ചുറ്റുകളും തിൻ വയർ ഉപയോഗിച്ച് ചുറ്റിയിരിക്കണം. അമ്മീറ്റർ ആണെങ്കിൽ വളരെ കുറച്ച് എണ്ണം ചുറ്റുകളെ പാടുള്ള കോയിൽ തിക്ക് വയർ ഉപയോഗിച്ച് ചെയ്തിരിക്കണം. മിനിമം റേസിസ്റ്റൻസ് ആയിരിക്കണം അമ്മീറ്ററിന്. വോൾട്ട്മീറ്ററിന് സെർട്ടൺ വാല്യൂ ഓഫ് റേസിസ്റ്റൻസ്, ഒരു ഹൈ റേസിസ്റ്റൻസ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. അപ്പോൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് വോൾട്ട്മീറ്റർ ആണെങ്കിൽ മെഷർ ചെയ്യാനുള്ള വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ഈ കോയിൽ ഇതിനകത്ത് പോകും. അല്ല ഇതൊരു അമ്മീറ്റർ ആണെങ്കിൽ സീരിയസ് ആയിട്ടായിരിക്കും അമ്മീറ്ററിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. മെഷർ ചെയ്യാനുള്ള കറണ്ട് ഡയറക്റ്റ് ആയിട്ട് മീറ്ററിനകത്തൂടെ കടന്നു. അപ്പോൾ ആ കറണ്ട് ഈ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ ആ കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ഏകദേശം വരുന്നത് കോയിലിന്റെ സെന്ററിലേക്ക് ആയിരിക്കും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ എം എന്ന മൂവിങ് ആയാലും എഫ് എന്ന ഫിക്സഡ് ആയാലും ഇരിക്കുകയും അത് രണ്ടും
അറ്റ് എ ടൈം അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് മാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെൻ ദീസ് ടു iron rods are situating in the same magnetic field, they will get same polarity on the upper end and the same polarity on the lower end. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡുകളിൽ ഒരേ പൊളാരിറ്റി കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സർക്യൂട്ടിലേക്ക് കറണ്ട് സ്വിച്ച് ഓൺ ചെയ്ത നിമിഷം തന്നെ ഈ രണ്ട് റോഡുകൾ മാഗ്നറ്റൈസ് ചെയ്യുകയും സെയിം പൊളാരിറ്റി അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ കിട്ടുന്നത് കൊണ്ട് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവുകയില്ല. ആ റിപ്പൾസീവ് ഫോഴ്സിന് അനുബന്ധമായി ഈ മൂവിങ് അയൺ സ്പിൻഡിലിൽ ഇങ്ങനെ റിപ്പൽ ചെയ്ത് മാറും. ഇപ്പോൾ സ്പിൻഡിലിൽ ആയതുകൊണ്ട് ഫിക്സഡ് അയൺ അവിടെ തന്നെ ഇരിക്കുകയാണ്, കാരണം ഫിക്സഡ് അയൺ റിജിഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിക്സഡ് അയണിൽ നിന്നും മൂവിങ് അയൺ റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് മാറും. റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് മാറുമ്പോൾ അതൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിൽ ഇങ്ങോട്ട് മാറും. അത് ആ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് റിപ്പൾസീവ് ഫോഴ്സ് മൂവിങ് അയണിനെ എത്രത്തോളം ദൂരം മാറ്റി ആ മാറ്റത്തിനനുസൃതമായിട്ടുള്ള ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഈ സ്പിൻഡിൽ ടിൽട്ട് ആവുകയും അതൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ പോയിന്ററിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മൂവിംഗ് സിസ്റ്റത്തിലുണ്ടായി ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് വിധേയമായിട്ട് പോയിന്റർ ഈ കാലിബ്രേറ്റ് ചെയ്ത ഡയലിന് വേണ്ടി ഓക്കെ മൂവ് ചെയ്യുമ്പോൾ അത്രയാണ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ടുള്ള കറണ്ടിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ള കറണ്ടിന്റെ അളവ് കൂടുതലാണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ കൂടിയ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അനുസരിച്ച് കൺട്രോളിംഗ് ടോർക്കിന് വിധേയമായിക്കൊണ്ട് പോയിന്റർ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്കും അവിടെ നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റും. ഇതാണ് മൂവിങ് ആൻഡ് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ മൂവിങ് ആൻഡ് അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മൂവിങ് ആൻഡ് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു MI ഇൻസ്ട്രുമെന്റിന്റെ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം വിശദമാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ച MI അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഏത് വേണമെങ്കിലും വരും. ബട്ട് സ്പെസിഫിക് ആയിട്ട് ആസ്കിങ് ദി ക്വസ്റ്റ്യൻ ഡ്രാ ദി ഡയഗ്രാം ഓഫ് എ മൂവിങ് ആൻഡ് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് വർക്കിംഗ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അല്ല അട്രാക്ഷൻ ടൈപ്പാണ് അത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. മൂവിങ് ആൻഡ് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളും അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകൾ പോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിന് വിധേയമായി കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ എഫക്റ്റിന് വിധേയമായിട്ട് ഒരു ഫിസിക്കൽ എഫക്റ്റിന് വിധേയമായിട്ടായിരിക്കാം അത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നതിന് ആധാരം ആ ഇൻസ്ട്രുമെന്റ് ഏത് ഫിസിക്കൽ എഫക്റ്റാണ് കറണ്ടിൻ്റെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇവിടെ MI ഇൻസ്ട്രുമെന്റുകൾ കറണ്ടിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന ഫിസിക്കൽ എഫക്റ്റാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് എഫക്റ്റ് എന്നുള്ളത് കൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ അട്രാക്ഷൻ പ്രോപ്പർട്ടി റിപ്പൾഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടികൾക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് MI റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് MI റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പോൾ MI റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരേ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന രണ്ട് അയൺ റോഡുകൾ ഒന്നുപോലെ മാഗ്നറ്റൈസ് ചെയ്യുകയും സിമിലർ മാഗ്നറ്റ് ആവുകയും അവയുടെ അഡ്ജസ്റ്റന്റ് സൈഡുകളിൽ ഒരേ പൊളാരിറ്റി ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ട് അവ രണ്ടും റിപ്പൽ ചെയ്ത് മാറും എന്ന ആ ഒരു പ്രവർത്തന നിയമമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഇവ അമ്മീറ്ററുകളും വോൾട്ടിമീറ്ററുകളുമാണ്. ഇവ AC മെഷർമെന്റിന് DC മെഷർമെന്റിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവ കൂടുതലും AC മെഷർമെന്റിനായി AC വോൾട്ടേജ് അല്ലെങ്കിൽ AC കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ആണ് ഉപയോഗിച്ചു വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇൻസ്ട്രുമെന്റ് പ്രധാനപ്പെട്ട ഭാഗം ഒരു സർക്കുലർ കോയിലാണ്. ആ സർക്കുലർ കോയിലിന്റെ സെന്ററിലായിട്ട് മുകളിലും താഴെയും രണ്ട് ജുവൽഡ് ബിയറിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പിൻഡിലുണ്ട്. ആ സ്പിൻഡിൽ രണ്ട് ഡയറക്ഷനിലേക്കും ഏത് ഡയറക്ഷനിലേക്കും അല്ലെങ്കിൽ ആ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിന് ആണ് ബിയറിംഗിൽ വെച്ചിരിക്കുന്നത്. ഇനി ഈ സ്പിൻഡിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ രണ്ട് ഹെയർ സ്പ്രിംഗുകൾ ഉപയോഗിക്കുന്നു. അത് കൺട്രോളിംഗ് ടോർക്ക് ഇൻസ്ട്രുമെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്പിൻഡിൽ തന്നെ ഒരു മൂവിങ് അയൺ എന്ന ഒരു അയൺ റോഡും അതുപോലെ കോയിലിന്റെ ഇന്നർ സൈഡിലെ വാളിൽ ഒരു ഫിക്സഡ് അയൺ എന്ന അതേ സൈസിലുള്ള ഒരു അയൺ റോഡ്, ഒരേ സൈസിലുള്ള രണ്ട് അയൺ റോഡുകൾ ഒന്ന്
സ്പിൻഡിലും മറ്റൊന്ന് കോയിലിൻ്റെ വാളിലും വെച്ചിരിക്കുന്നു. ഒന്നിനെ എം എന്നും മറ്റൊന്നിനെ എഫ് എന്നുമാണ് ഇവിടെ അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നത്. എം മൂവിങ് ആണ് സൂചിപ്പിക്കാൻ, എഫ് ഫിക്സ്ഡ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കോയിലിലൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് അയൺ റോഡുകൾ എമ്മും എഫും മാഗ്നറ്റൈസ് ചെയ്യുകയും അവ റിപ്പൽ ചെയ്യുകയും ചെയ്യും. ബിക്കോസ് ദേ ഗോട്ട് സെയിം പൊളാരിറ്റി ഓൺ അഡ്ജസൻറ്റ് സൈഡ്സ്. ഓക്കെ. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡാമ്പിംഗ് ടോർക്കിനായിട്ട് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനായിട്ടുള്ള പിസ്റ്റൺ എയർ ചേമ്പർ അറേഞ്ച്മെൻറ്റ് ചിത്രത്തിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്, അതുപോലെ കൺട്രോളിംഗ് ടോർക്ക് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിട്ടുണ്ട്. ഓക്കെ. When this instrument is used as an ammeter, the coil carries very few turns of thick wire in order to minimize the resistance of the instrument, because the ammeter is connected in series with the circuit. And if the instrument is used as a voltmeter, then the voltmeter possesses sufficient value of resistance. It is designated as a high resistance meter, voltmeter. And in order to measure the voltage of the circuit, the voltmeter is to be connected across the circuit. Whatever the amount of voltage, whatever the magnitude of voltage by which an instrument, by which a voltmeter can measure, should be dropped across the coil. Okay, that much sufficient resistance should be possessed the coil. So in order to possess that amount of resistance, the coil must carry large number of turns of thin wire. Then working. When the instrument is connected in a circuit, the current to be measured is passed through the coil, or the current which is proportional to the voltage is to be passed through the coil, and it produces a magnetic flux inside the coil. Consequently, the presence of the magnetic field, the two iron rods M and F magnetized similarly, and they hold same polarity on either side. Because of achieving same polarity on either side, there will be a repulsive force set up between the two iron rods, and the iron rod M repelled back from the fixed iron rod M, and there should be a deflection torque produced in the moving system. The action of the deflection torque moves the pointer from zero position to somewhere else in the calibrated dial, and we can take the reading.